ഒരു വണ്ടി നിറയെ കളിപ്പാട്ടം, അടുത്ത വണ്ടി നിറയെ നോട്ട് പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്നും ജീവന്റെ മറുകരയിലേക്ക് തുഴഞ്ഞുകയറിയ കുട്ടികളോടുള്ള കരുതലായിരുന്നു ആ വണ്ടികൾ നിറയെ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ മുറിവുണങ്ങാത്ത ക്യാമ്പുകളിൽ സ്നേഹത്തിന്റെ തലോടലായി നാടിന്റെ ഇനിയും അറിയാത്ത കൂട്ടുകാർക്കായാണ് തൃശൂർ അന്തിക്കാട് നിന്നും കുട്ടികൾ കളിപ്പാട്ടങ്ങളും നോട്ട് പുസ്തകങ്ങളും ശേഖരിച്ചത്. അന്തിക്കാട് KGM LP സ്കൂളിലെ കുട്ടികൾ ശേഖരിച്ച കളിപ്പാട്ടങ്ങളും ഹൈസ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശേഖരിച്ച പഠനോപകരണങ്ങളുമാണ് 2 വണ്ടികളിലായി വയനാട്ടിലെത്തിയത്. KGM LP സ്കൂളിലെ 645ഓളം കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് 3 ദിവസം കൊണ്ടാണ് ഒരു വണ്ടി നിറയെ കളിപ്പാട്ടങ്ങൾ സമാഹരിച്ചത്. 1.5 ലക്ഷം രൂപയുടെ 2000ഓളം കളിപ്പാട്ടങ്ങൾ വണ്ടിയിലുണ്ടായിരുന്നു. അന്തിക്കാട് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് 1 ലക്ഷത്തോളം രൂപയുടെ പേന, പെൻസിൽ തുടങ്ങിയ പഠനോപകരണങ്ങളും ശേഖരിച്ചു. കളക്ട്രേറ്റിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ DR മേഘശ്രീ എന്നിവർ ചേർന്ന് അതിജീവനത്തിന്റെ ദുരന്തഭൂമിയിലേക്ക് ചുരം കയറിയെത്തിയ കളിപ്പാട്ട പുസ്തക വണ്ടികളെ സ്വീകരിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക ഷില്ലിയാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ട വണ്ടികൾ ഫ്ളാഗ് ഓഫ് ചെയ്തത്. പ്രധാന അധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, PTA പ്രസിഡന്റുമാരായ സജീഷ് മാധവൻ, അഖില രാഗേഷ്, വിദ്യാർത്ഥി പ്രതിനിധികളായ ഹായസ് ഹുവാദ്, ഹാബിയൻ ലിയോ, മുഹമ്മദ് ഹാദിം, ശ്രീബാല, നിയ, ഷനൂപ, സിദ്ധാർത്ഥ്, ഷിവിൻ, KM ഹരികൃഷ്ണൻ, TP യദുകൃഷ്ണൻ, അധ്യാപക പ്രതിനിധികളായ നബീല റഹ്മ, ഷിംജി, ഫിറ്റ്സി സെബി, NR പ്രജി, PTA പ്രതിനിധികളായ ലിയോ, അന്തിക്കാട് സതീശൻ, റജീന നാസർ, TD രേവതി, മിഥുൻ പേരോത്ത്, ഷിജി ശശിധരൻ എന്നിവർ ചേർന്നാണ് കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളും കൈമാറിയത്. അതിജീവനത്തിന്റെ സ്നേഹഭൂമിയിൽ കാണാമറയത്തു നിന്നുള്ള സമ്മാനങ്ങളും പുതിയ നിറം പകരും.